മഴ തോരും മുമ്പേ വരാനുള്ളൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്റ്റാൻലിയുടെ ഭാര്യ വീട്ടുകാർ എല്ലാവരും കൂടെ ഒത്തുകൂടുന്നു. ആങ്ങളമാരും അതുപോലെ തന്നെ ആ ചേച്ചിയും ഭാര്യ വരില്ല. പിന്നെ ഒരുപാട് രാഷ്ട്രീയക്കാരെയും പള്ളിയിലെ അച്ഛനെയും പട്ടക്കാരെയും ഒക്കെയും കൊണ്ട് കഴിഞ്ഞിട്ട് സ്റ്റാലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അലീനനെ ഓടിക്കുക മാത്രമായിരുന്നു ലക്ഷ്യം. എന്തായാലും അലീനനെ സ്റ്റാൻലി ഒരു കൂസലില്ലാണ്ട് അവർക്ക് മുന്നിൽ പരിചയപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം പറയും, എൻ്റെ മകളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരിക്ക് ഇവിടെ എന്നിൽ നിന്നും ഡിവോഴ്സ് വാങ്ങിപ്പോകാം. സ്വത്തോ എന്ത് വേണമെങ്കിലും തരാം, ജീവനാംശം, പണം, എന്ത് വേണമെങ്കിലും തരാം. എൻ്റെ മകളെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയും. അങ്ങനെ അവർ ആങ്ങളമാരൊക്കെ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി ചാടി എഴുന്നേൽക്കും. സ്റ്റാലിൽ ഇപ്പം തല്ലണം എന്നുള്ളൊരവസ്ഥയിലേക്ക് ചെല്ലും. അപ്പോഴത്തേനും പട്ടികളൊക്കെ അങ്ങോട്ട് നായ്ക്കൾ ചെന്ന് ഇങ്ങനെ അമറി അവരെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലും. അതോടുകൂടി അവർ പേടിച്ച് ഒക്കെ കണ്ടം വഴി ഓടുന്നു അവിടെ നിന്ന്. എന്തായാലും ഔതക്കുട്ടിച്ചായനും ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് അലീനയ്ക്ക് കൂട്ടായിട്ട്. അങ്ങനെ അവരവിടെ നിന്ന് തോറ്റു പോകും. എന്തായാലും സ്റ്റാലിനെ അലീനയും തമ്മിൽ പിരിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലാവണം. പിന്നീട് അവർ അടുത്ത വഴി നോക്കാമെന്നൊക്കെ വിചാരിച്ചില്ലെങ്കിൽ ഒന്നും തന്നെ നടക്കില്ല. അങ്ങനെ ആ പ്രശ്നം അവിടെ വെച്ച് അവസാനിക്കുന്നു. അതിന് ശേഷം പിന്നീട് അലീന വല്യപ്പച്ചനെയും കൊണ്ട് അവർ അമ്മനെയും, അതായത് ആ കുട്ടികളെയും അമ്മനെയൊക്കെ കാണാൻ പോകുന്നുണ്ട്. അവർ താമസിക്കുന്ന വീട് ഒക്കെ ഒരു സൗകര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പപ്പേരെ കാശ് കൊണ്ട് തിന്നണത് മൂത്ത സഹോദരി എന്നുള്ള കാര്യം മനസ്സിലാവണ്. അങ്ങനെ ഇതിന് വേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം, അവരവിടെ നിന്ന് കൊണ്ടുവരണം വീട്ടിലേക്ക് എന്നൊക്കെ അലീന അങ്ങനെ തീരുമാനിക്കുന്നു. പപ്പനായിട്ട് സമ്മതിപ്പിച്ചിട്ട് വേണം ഈ വീട്ടിലേക്ക് എന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകണ്. എന്തായാലും മനുവിനെ അതുപോലെ തന്നെ മനുവിനെ നമ്മുടെ സ്റ്റാൻലിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അലീനയോടും മനുവിൻ്റെ കാര്യം തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ ഒരു മോഹം നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നടക്കില്ല. നീ ലോകത്ത് വേറെ ആരെ വിവാഹം കഴിച്ചു തരാൻ പറഞ്ഞാലും ഞാൻ സമ്മതിക്കും. കൈതയ്ക്കൽ മാളിക വീട്ടിലായിട്ടുള്ള ഒരു ബന്ധവും നമുക്ക് വേണ്ട. എൻ്റെ ജീവിതവും നിൻ്റെ ജീവിതവും ഒക്കെ നശിപ്പിച്ചത് അവരാണ്. അതുകൊണ്ട് എൻ്റെ മകളെ ഇനി അവരുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കില്ല. അവരുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ച് തന്നില്ലല്ലോ. അവർ ജാതിയും മതവും ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് അവർ ഞങ്ങളെ തമ്മിൽ അകറ്റിയില്ലേ. അതുകൊണ്ട് തന്നെ ഇനി ഒന്നും നടക്കില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് അപ്പോൾ അലീന വാക്ക് പറയുന്നു, പപ്പയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹം ഒരു വിവാഹം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന്. അതുപോലെ തന്നെ മനുവിനല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കില്ല എന്ന് അലീനയും തീരുമാനിക്കുന്നു മനസ്സുകൊണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങനെ ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ്. അതിനുശേഷമാണ് പിന്നെ വൈജയന്തി സത്യങ്ങളൊക്കെ അറിയുന്നത്. നമ്മുടെ ബാലചന്ദ്രൻ മരിക്കുന്നതും ഇപ്പം എന്തായാലും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. ഒരുപാട് പേര് റിവ്യൂ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കഥകളും കറക്റ്റായിട്ട് തന്നെ സത്യമായിട്ടും ഒരുവിധ ആൾക്കാർ പറയുന്നുണ്ട്. അതൊക്കെ സത്യം തന്നെയാണ്. നമ്മുടെ വൈജയന്തി ബാലചന്ദ്രനിൽ നിന്ന് തന്നെയാണ് ഈ സത്യങ്ങളൊക്കെ അറിയുന്നതും. അലീന മകളാണെന്നും അത് താങ്ങാനാവാതെ ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ നമ്മുടെ വൈജയന്തി ആശ്രമത്തിലേക്ക് പോകുന്നുണ്ട് സന്യാസം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ നിന്ന് അലീനയും മക്കളും എല്ലാവരും കൂടെ നിർബന്ധിച്ച് പിടിച്ചു വലിച്ച് കൊണ്ടുവരുന്നുണ്ട് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് തന്നെ. പക്ഷെ അതിന് മുന്നേ തന്നെ ബാലചന്ദ്രൻ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി നമുക്ക് മഴ തോരും മുമ്പേ കാണണം തന്നെ താല്പര്യമില്ലാണ്ടാവും. പിന്നീട് ഒരു അമ്മയും മോളുടെയും കോംബോ തന്നെയാണ്. അപ്പോൾ സ്റ്റാൻലി അലീനയെ മനുവിന് വിവാഹം കഴിച്ച് കൊടുക്കില്ല എന്നുള്ള കാര്യം വൈജയന്തിക്ക് മനസ്സിലായി. അങ്ങനെ വൈജയന്തി സ്റ്റാൻലിയെ വിളിച്ച് കാണണമെന്ന് ആവശ്യപ്പെട്ടു വന്നു. സഹായം അഭ്യർത്ഥിക്കുന്നു. അതായത് തൊഴുത് തന്നെ പറയുന്നു, എൻ്റെ മകളെ മനുവിന് വിവാഹം ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നു. അവളുടെ അവർ രണ്ടുപേരും ഒരുപാട് നാളായി സ്നേഹിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അവൾ എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിച്ചിട്ടില്ലാത്തൊരു കുട്ടീനെ മനുവിനേക്കാൾ നല്ലൊരു ചെക്കൻ അവൾക്ക് കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്റ്റാൻലി അലീനോട് ചെന്ന് പറയുന്നു മനുവിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണ്. പക്ഷേ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവും, നിങ്ങൾ ഏത് ജാതിയിൽ വളർത്തും? അവർ വേറെ ഹിന്ദു മതക്കാരാണ്, നമ്മൾ ക്രിസ്ത്യൻസാണ്, നീ ഏത് മതമാണെന്നൊക്കെ ചോദിക്കും. ഏത് മതത്തിൽ നീ ജീവിക്കും എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ഭാവിയിൽ ഭയങ്കര പ്രശ്നമാവും എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവം യേശുവാണ്, എൻ്റെ ദൈവത്തിന് ജാതിയും മതമൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എന്നെ ജീവിക്കും, എൻ്റെ ജാതിയിൽ തന്നെ ഞാൻ ജീവിക്കാമെന്നൊക്കെ പറഞ്ഞ് അലീന നമ്മുടെ സ്റ്റാൻലിക്ക് വാക്കൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ കൊല്ലപ്പള്ളിയിൽ ഭയങ്കര പ്രശ്നം നടക്കുന്ന കമല വൈജയന്തിയുടെ മോളാണ് അലീന എങ്കിലും പിഴച്ചവൾ തന്നെയാണ്. പിച്ചക്കാർ പിഴച്ചാൽ പിഴച്ചതും കൊട്ടാരത്തിലുള്ളവർ പിഴച്ചാൽ പിഴച്ചതും അല്ലാണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അവളും അങ്ങനെ തന്നെയല്ലേ. അവൾ ഏതെല്ലാം വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുണ്ടാവും, എന്തെല്ലാം ചെയ്തിട്ടുണ്ടാവും, ഏതെല്ലാം തെറ്റിലൂടെ പോയിട്ടുണ്ടാവും. ഞാൻ അസൽ നായർ തറവാട്ടിൽ നിന്ന് വന്നൊരു പെണ്ണാണ്. അതുകൊണ്ട് തന്നെ മനുവിനെ അലീനനെ എൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ അവരുടെ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും.
അപ്പോൾ ശിവശങ്കരനും അതുപോലെ തന്നെ രാജീവനും എല്ലാവരും ചോദിക്കുന്നുണ്ട്, മറ്റുള്ളവരെയൊക്കെ വിഷമിപ്പിച്ചിട്ട് നിനക്ക് അവളെ സ്വീകരിക്കണം എന്ന് ചോദിച്ചപ്പോൾ, ഒരു സ്വത്തില്ലാത്ത സമയത്ത് ഞാൻ അവളെ സ്നേഹിച്ചതാണ്. ഇപ്പോൾ അവൾക്ക് വേണ്ട സ്വത്തുണ്ട്, പക്ഷേ എനിക്ക് അവളുടെ സ്വത്തും പണവും വേണ്ട, അവൾക്കും വേണ്ട അവളെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്തൊന്നും. അവളെ അമ്മയ്ക്കും മുതലുണ്ട്, അവളെ പപ്പയ്ക്കും മുതലുണ്ട്, പക്ഷെ എനിക്കതൊന്നും വേണ്ട. അവൾക്ക് എവിടെയാണ് താമസിക്കാൻ ഇഷ്ടം, അവിടെ തന്നെ ഞങ്ങളൊരു വാടകയ്ക്ക് വീടെടുത്ത് ഞങ്ങൾ താമസിക്കുകയുള്ളൂ. അതായത് സ്നേഹനികേതൻ ഉണ്ടായ സ്ഥലം എന്തായാലും നമ്മുടെ സ്റ്റാൻലി അലീനയ്ക്ക് സ്വന്തമാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്നേഹനികേതൻ അലീന തന്നെ ഇപ്പോൾ നടത്തുന്നത്. അനാഥരെയും കിടപ്പ് രോഗികളെയും ഒക്കെ നോക്കുന്നു. അപ്പോൾ അതൊക്കെ നിനക്ക് ഭാരമാവില്ലേ? അവൾ നിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കില്ല. അവൾക്ക് ജീവിതത്തിൽ അനാഥാലയവും അനാഥരും മാത്രമേ ഉള്ളൂ. അവിടെ നിനക്കൊരു സ്ഥാനം ഉണ്ടാവില്ല എന്നൊക്കെ അച്ഛനും ചെറിയച്ഛനൊക്കെ പറഞ്ഞു കൊടുക്കുമെങ്കിലും കൂടി മനു സമ്മതിക്കില്ല. പിന്നെ നമ്മുടെ കമലയുടെ ഇഷ്ടത്തിനും നിൽക്കില്ല. കമലനോടും പറയും, അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളുടെ വിവാഹത്തിൽ വരാം, ഇല്ലെങ്കിൽ വേണ്ടാന്നറിയും. മുത്തശ്ശി പറയുന്നുണ്ട്, ആരെതിർത്താലും ഞാൻ വരും മോനെ, എനിക്ക് നിങ്ങളുടെ വിവാഹം കാണണം, എന്നെ നീ വന്ന് കൊണ്ടുപോകണമെന്ന് മുത്തശ്ശി നമ്മുടെ മനുവിന് വാക്ക് കൊടുക്കുന്നുണ്ട്. നിൻ്റെ വിവാഹത്തിൽ എനിക്ക് പങ്കെടുക്കണം, എനിക്കത് കണ്ണ് നിറച്ച് കാണണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് മുത്തശ്ശിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് മനു.